നീ എന്താണ്ടാ ചിന്തിച്ചോണ്ടിരിക്കണു? വല്ല പണിക്കും പോടാ ചക്ക. എന്ത് പണിയെടുക്കാനാണ് ശീതളേട്ടാ? എന്ത് പണിയാ ഞാൻ ചെയ്യാത്തത്? എന്ത് പണിയാ ചെയ്തേക്കണ്? എന്ത് പണിയാ ഞാൻ ചെയ്യാത്തത്? സൈറ്റിൽ പോയിട്ടില്ലേ? കച്ചവടം നടത്തിയിട്ടില്ലേ? മീൻ വിറ്റിട്ടില്ലേ? വെറുക്കണേ. എന്തെങ്കിലും ഒന്ന് സ്വരുക്കൂട്ടി അങ്ങോട്ട് കൊണ്ടുവരും, ഒരാവശ്യം വന്നാൽ അങ്ങോട്ട് പോകും. ബാധ്യത മാറണില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, നീ എന്ത് സ്വരുക്കൂട്ടി കൊണ്ടുവന്ന്? ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നീ സ്റ്റോണിന്റെ മോള് വന്ന് കുത്തിരിക്കാന്നല്ലാണ്ട് എന്തെങ്കിലും ചെയ്യണത്. എല്ലാവരും ഇത് തന്നെ പറയും. ഈ നാട് വളരാത്തതാണ്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ ഈ നാട് ഉപേക്ഷിക്കണം, എന്നാലേ രക്ഷപ്പെടുള്ളൂ. ഇപ്പൊ ആ മഹാദേവൻ തന്നെ, അവൻ UK പോയി, അവൻ രക്ഷപ്പെട്ടില്ലേ? ഇതിപ്പോ നീ അവിടെ പോയിട്ട് അവിടെ സ്റ്റോണിന്റെ മോളിൽ കുത്തിയിരിക്കാന്ന് വെച്ചാൽ പിന്നെ എന്താ ഗതി ഉണ്ടാവുക? പോണവരൊക്കെ വേറെ പണി എടുക്കുന്നുണ്ട് അവിടെ. അതാണ് ഞാൻ പറയണത്, അല്ലാണ്ട് വേറെ ഒന്നല്ല. എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ശീലം വരണ്ടേ? ഇത് തന്നെയാണ് പറയണത്. ഈ നാട്ടിൽ നിന്നിട്ട് ഒരു കാര്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാനും പോവാൻ തീരുമാനിച്ചു ചെയ്തേട്ടാ. നീ ചുരുങ്ങിയത് പോവാൻ തീരുമാനിച്ച 2 ഉപകാരം ഉണ്ടാവും. ഈ കവലേന്ന് പോയാൽ ഈ കവല നന്നാവും. അതല്ല നീ നാട് വിട്ട് പോവാച്ചാൽ നിന്റെ വീടും നന്നാവും. അതെങ്കിലും ചെയ്യും നീ. അല്ല പറയാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓരോരുത്തന്മാരുടെ മോറ് കണ്ടാത്തോണ്ട് അവൻ പണിയെടുക്കണ കാശ് മുഴുവൻ എന്റെ ലോൺ അടക്കണേണ്. നേരം വെളുക്കുമ്പോ തന്നെ ഈ ജാതി ദുഷ്ട മോറ കാണുന്നത് പറയുന്നത്. ദൂഷിച്ച മുഖമാണ് എല്ലാത്തിന്റെ. ഒരു വർക്കത്തായിട്ട് ചിരിക്കണ ആരെങ്കിലും പറയാമോ? അതന്നെയാണ് നിന്നെ കാണുമ്പോ മറ്റുള്ളവരും പറയണതേ. ആ ശീതളേട്ടാ, എന്റെ ലച്ചു തന്നെ ഉണ്ടല്ലോ. എന്റെ ലച്ചു? അതെന്താണ്? എന്റെ ലച്ചു അറിഞ്ഞൂടാ? ഇല്ല. അതെ, വരുമ്പോ കേട്ടോ. എല്ലാം മേടിച്ചിട്ടുണ്ട്. ആ ഓ ശരി ശരി ശരി, ഞാനിപ്പോ എത്തും. ശീതളിന്റെ കടയിലെടുത്ത് എത്തി, ഇപ്പൊ വരും. എന്താണ് വ്യാരി? കാലത്തെ രണ്ടാളും കൂടി എന്തോ ഭയങ്കര ഗൗരവമായിട്ട് ചർച്ച ചെയ്യണ്. ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇല്ല മന്മത, ഈ കാലത്തെ ഭർത്താവിന് മാത്രം ജോലി ഉണ്ടായിട്ട് കാര്യമില്ല. കുടുംബത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ? അതെ അതെ, ഭാര്യക്കും ഭർത്താവിനും ജോലി ഉണ്ടായിട്ടും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടേ എന്ന് പറയായിരുന്നു. അതാണ് ഇവൻ ഒരു പണിക്കും വേണ്ടി ഇവിടെ കുത്തിയിരിക്കണതേ. ഒരാൾ പോയിട്ട് കാര്യമില്ല. അല്ല ശീതള, അത് അങ്ങനെ തമാശയായിട്ട് എടുക്കല്. പ്യാരി പറഞ്ഞ കറക്റ്റാണ്. ഇത് തന്നെയാണ് എന്റെ ലക്ഷ്യവും പറയണേ. എന്താ എന്റെ ലച്ചു? എന്റെ ലക്ഷ്മി, എന്റെ വൈഫ്, എന്റെ ഭാര്യ ലച്ചു. അതാണല്ലേ. അവൾക്ക് ഭയങ്കര ദീർഘവീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അവളിപ്പോ എന്തെങ്കിലും അറിയുമോ? PSC ടെസ്റ്റ് ചെയ്യാനായിട്ട് പഠിച്ചോണ്ടിരിക്കുകയാണ്. അവള് പറഞ്ഞു, എനിക്ക് മന്മഥേട്ടന്റെ ജോലി മാത്രം പോരാ, എനിക്കും വേണം ജോലി വേണമെന്ന്. അല്ല മന്മഥ, നിനക്ക് PSC ടെസ്റ്റ് ചെയ്തിട്ട് എന്താ KSCB ഇങ്ങനെ കിട്ടിന്നൊക്കെ പറഞ്ഞു. ശരി, ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് വിളിക്കും നാളെ വിളിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം. അതിന് വേണ്ടിട്ട് എന്റെ ലച്ചു എന്തോരം നേർച്ച നിൽക്കണമെന്ന് അറിയാമോ? സത്യം. അതെ. എന്താണ് കിറ്റില്? ഇതേ കുറച്ച് മട്ടൻ. എന്റെ ലച്ചുവിന് മട്ടൻ എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ അബുക്കാന്റെ മോയില്ലേ ബഷീർ, അവൻ ഇന്ന് മട്ടൻ വെട്ടി അവൻ്റെ കുറച്ച് മേടിച്ചേ. ബഷീറിന്റെ മട്ടനാണ് എന്റെ ലച്ചുവിന് ഇഷ്ടം. അത് സബീറിന്റെ മട്ടൻ ഇന്നാള് മേടിച്ചു, പക്ഷെ അതൊക്കെ കൂടി വയറ്റിന് പിടിച്ചില്ല. അപ്പൊ പിന്നെ ഇത് കുഴപ്പമില്ല, അങ്ങനെ ഇതിനെ മേടിച്ചു. പിന്നെ വർത്താനം പറയാനുള്ള സമയമില്ല, എനിക്ക് കുറച്ച് തിരക്കണ്ട. എനിക്ക് നല്ല മധുരമുള്ളൊക്കെ ഒരു ജാം എടുക്ക് ശീതള. മധുരമില്ലാത്ത ജാം ഏതാണ്? അല്ല, ജാമിനും മധുരം. പിന്നെ ആ ബിസ്ക്കറ്റ് ഒരെടുത്തേ. ബിസ്ക്കറ്റ്? അതെ, നീലപ്പടമുള്ളൂ. അത് തന്നെ. വേറെന്താണ്? വേറെ ഒരു പപ്പടം വേണം. പപ്പടം കഴിഞ്ഞിരിക്കുകയാണ്, വരുമ്പോ തരാം. പപ്പടം ഇല്ലാണ്ട് ചോറ് കഴിക്കാൻ പറ്റില്ലാന്നേ. പപ്പടം ഇല്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് വേറെ ആ സോപ്പ്, ഒരു അലക്ക് സോപ്പ്. അതെ. അല്ല വേണ്ട, അലക്ക് സോപ്പ് എടുക്കണ്ട. വേണ്ട. അലക്ക് സോപ്പ് ഇട്ട് ഇന്നാളെ അലക്കിയിട്ട് എന്റെ ലച്ചുവിന്റെ കൈ പൊള്ളി. അപ്പൊ ഒരു കുളി സോപ്പ് എടുത്തോ, കുളി സോപ്പ് ഇട്ട് അലക്കിക്കോട്ടെ. എന്റെ ലച്ചു ചന്ദ്രിക മതിയാ. ലച്ചു എന്റെ ലച്ചു പുളിമുട്ടായി ഉണ്ടാ? പുളിമുട്ടായി ഇല്ല. ലച്ചുട്ടിയായി പുളിമുട്ടായി ഇല്ല. തേമിട്ടായി ഉണ്ട്. തേമിട്ടായി വേണം. എന്നാ പിന്നെ അതെടുക്കണ്ട. വേണ്ട. ശരി ശരി, ഞാൻ വേറെ അടുത്ത കടയിൽ നോക്കാം. ശരി. എന്റെ ലച്ചുവിന് പുളിമുട്ടായി ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇത് എന്തായി? ശരി, ഇതപ്പൊ അത് 135 15 രൂപ തരാനുണ്ട്. 150 ഉണ്ടെങ്കിൽ തന്നാ മതി. എല്ലാം ലച്ചുവിനാണോ? മന്മഥനൊന്നുമില്ലേ? എനിക്കുണ്ട്. എന്റെ ലച്ചു എപ്പോഴും പറയണ കാര്യമാണ്, ഒരു മനുഷ്യന്റെ അടുത്ത് കടം വെക്കരുത്, കറക്റ്റ് കൊടുക്കാനുള്ള. എന്റെ ലച്ചൂട്ടി പിന്നെയും വിളിക്കുന്നത് എന്തിനാണോ? വേറെന്താ ലച്ചുട്ടിയെ?
ആ അപ്പൊ ഇതാണ് എന്റെ ലച്ചുല്ലേ. കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് ഇവന് ഇത് തന്നെയാണ് കൃഷി. വാ തുറന്ന എന്റെ ലച്ചു എന്ന് പറയും. ഒരു 25 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ ലച്ചു. എന്റെ ഒരു അഭിപ്രായത്തിലേ ഇവന് കൊടുത്താണ് ഈ മുണ്ടും ഷർട്ടൂരി അവളെ ഉടുപ്പിച്ചിട്ട് അവളുടെ ചുരിദാർ ഇവനെ ഇടിയിക്കണം. ഇതും പറഞ്ഞ് ഞാനും എന്റെ ദമയന്തി കൂടി എപ്പോഴും വീട്ടിൽ ചിരിയാണ്. ആര്? എന്റെ ദമയന്തി. ഇപ്പൊ നീ വരണ കാണുമ്പോ എന്റെ ദമയന്തി വരുന്നത് ഞാൻ പറയേണ്ടി വരുമോ? നീയും അവന്റെ മാതിരി ഒരു ചുരിദാറൊക്കെ മേടിച്ച് കയ്യിൽ പിടിച്ചതാ ചക്ക. ധാരാണ്. ആ എന്റെ സുമ വിളിക്കണ്ടല്ലോ. കണ്ണിന് മരുന്ന് വയ്ക്കാനാവൂ. പോട്ടെ. ലച്ചുവെടുത്തിയേ. ആ സുധിച്ചേട്ടൻ ഇതെവിടെ പോയി? ഞാനൊന്നും പറയണ്ടേ മക്കളെ. നമ്മളെ അമ്പലത്തിന്റെ നോട്ടീസ് തരുമോ വന്നിന് ഇവിടെ ആരെങ്കിലും? പിന്നെ വന്നില്ല. ഇന്നലെ അല്ലേ കൊണ്ട് തന്നത്. ആരില്ല വന്ന്? ആ രമ ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ അപ്പുറത്ത് സുഷമ ചേച്ചി ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ വന്ന്. എന്തു പറ്റി? അല്ല ഞാനൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു വിഷമം പറയാന്ന് വിചാരിച്ചു. എന്തു പറ്റി സുധിയേട്ടാ ഇത്ര വിഷമം വരാൻ? അറിയോ ഇതിന്റെ കമ്മിറ്റി വിളിച്ചേത്ത് ഞാനും പോയിന്. എല്ലാരും പോയിനെ. അപ്പുറത്തെ പിന്നെ ഭാസ്കരൻ മാഷു ഓല കെട്ടിയോളൂ എല്ലാരും ഉണ്ടായിരുന്നു അവിടെ. ഞാനും ഉണ്ട്. അപ്പൊ ഇവര് നോട്ടീസ് കൊടുക്കാൻ പറ്റിയ ആളുകളെ പേരും അല്ല ഇങ്ങനെ ഏതി വെക്കുന്ന അവളെ. ഞാൻ വിചാരിച്ച എന്റെ പേരും ഏതും ഇതിങ്ങനെ ഏതി വായിച്ച് നമ്മളെ കല്യാണി എടുത്തില്ലേ ഊരവേനുള്ള ഓല പേര് വരെ ഏതീന അതിൻ്റെ അകത്ത്. അവസാനം എൻ്റെ പേര് വിളിക്കും ഞാൻ ഇങ്ങനെ വിചാരിച്ചു. ആ കള്ളന്മാർ എൻ്റെ പേര് എഴുതിയിട്ടില്ല. വല്ലാത്തൊരു വിഷമായി പോയി. നമ്മളെ സങ്കടം മക്കളെ അറിഞ്ഞോടും കുഞ്ഞും മോളെ. സാരില്ല പോട്ടെ സുധിയേട്ടാ. ഇനിയുണ്ടല്ലോ ഉത്സവം, ഇനിയും വരില്ലേ? വിഷമിക്കല്ലേ. ഓലെന്തും കണ്ടിട്ടുണ്ടാവും. സാരില്ല പോട്ടെ സുധിയേട്ടാ. സുധിയാ എന്തായാലും ചേച്ചി? ലക്ഷ്മി നമ്മുടെ കണക്ക് നോക്കിയപ്പോഴേ ഒരു പാക്കറ്റ് മുറുക്കിന്റെ കണക്ക് ഇങ്ങോട്ട് കൂടുന്നില്ലല്ലോ. കറക്റ്റ് അതെങ്ങനെ ചേച്ചി? നമ്മളൊന്നും നോക്കിയതല്ലോ, കറക്റ്റ് ആയിരുന്നല്ലോ എല്ലാം. കണക്ക് ശരിയാവണില്ലല്ലോ. ഒരു പാക്കറ്റിന്റെ കുറവേള്ള ഒരു പാക്കറ്റിന്റെ. ചേച്ചി ആ പരിപാടിയുടെ ഉദ്ഘാടനം തന്നെ നമ്മൾ കൊടുത്തില്ല. എന്താണ്ട് അത് അച്ചപ്പല്ലേ കൊടുത്തത്? അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അച്ചപ്പ കൊടുത്തത്, മുറുക്കല്ല കൊടുത്തത്. പിന്നെ ഒരു പാക്കറ്റ് മുറുക്ക് എവിടെ പോവാനാ? ലക്ഷ്മിക്ക് ആയിരുന്നില്ല അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്. ലക്ഷ്മി അല്ലേ അതെല്ലാം കൈകാര്യം ചെയ്തത്. ചേച്ചി ഞാനെല്ലാം വിറ്റ് കണക്കേപ്പിച്ചല്ലേ ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നത്? കൂടണില്ലല്ലോ. കണക്കിൽ ഒരു പാക്കറ്റ് മുറുക്കിന്റെ കണക്ക് വന്നിട്ടില്ലല്ലോ. അതല്ലേ ഞാൻ ചോദിക്കണത്. അല്ല പറഞ്ഞു വരുന്ന കേട്ടാ തോന്നുന്നു ഞാൻ ഏതാണ്ട് മുറുക്കെടുത്ത പോലെയുള്ള ചേച്ചിയുടെ വർത്താനം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ ഒരു പാക്കറ്റ് മുറുക്കിന്റെ കണക്ക് ഇതിൽ വന്നിട്ടില്ല.